हामी कान पे रोए, हामी कान पे रोए, आए আমার আপনার দয় গহন দ্বারে বারে বারে കാൻ পেতে রই. അമ്മയുടെ താരാട്ടുപാട്ട് കേട്ടുറങ്ങിയ ഒരു ബാല്യകാലം ഓർമ്മയിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ ഏറെ പേര്. ആ നമ്മളോട് സംഗീതത്തിന് മനസ്സിനെ സ്വാധീനിക്കാനാകും എന്ന് പറയുന്നതിൽ വലിയ പുതുമയൊന്നുമില്ല. എന്നാൽ നമ്മൾ ഓർക്കാത്ത ചില പ്രയോജനങ്ങൾ കൂടി സംഗീതത്തിനുണ്ട്. നമ്മൾ ഓർക്കാത്ത ചില അപകടങ്ങളുമുണ്ട്. സംഗീതജ്ഞൻ കൂടിയായ ഡോക്ടർ വി ജോർജ് മാത്യു ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സംഗീതത്തെക്കുറിച്ചാണ്. സാർ, സാറിന് സംഗീതവുമായുള്ള ബന്ധം ഇപ്പോൾ വ്യക്തിപരമായി എനിക്കറിയാം, കുട്ടിക്കാലം മുതൽ സാറ് സംഗീതം പഠിക്കുകയൊക്കെ ചെയ്ത ആളാണ്. പക്ഷെ പ്രേക്ഷകരിൽ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. ആദ്യം അതൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ തീരെ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ഒരു അങ്കിള് ഒരു ഇൻസ്ട്രുമെൻ്റ് ഗിഫ്റ്റായിട്ട് തന്നു. ബുൾബുൾ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്. അത് പഠിക്കാനായിട്ട് ഞാനൊരു അടുത്തുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ മ്യൂസിക് ടീച്ചറിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അത് പഠിച്ചു. അതിനുശേഷം മാൻഡലിൻ പഠിച്ചു. അതിനുശേഷം വയലിൻ പഠിച്ചു. അങ്ങനെ തുടങ്ങിയതാണ് സംഗീതത്തിലുള്ള എൻ്റെ താല്പര്യം. ഇപ്പോഴും അതൊരു ഹോബിയായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. സാർ, ഈ സംഗീതം കേൾക്കുന്നത് നമ്മുടെ ഓർമ്മശക്തിയും ശ്രദ്ധയും ഒക്കെ കൂട്ടാൻ നല്ലതാണ് എന്ന് ഒരിടത്ത് വായിച്ചു. അതിനെക്കുറിച്ച്? അത് ഒരുപാട് ഗവേഷണ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കലകളും നമുക്ക് പ്രയോജനകരമാണ്. അതിൽ ഏറ്റവും നമ്പർ 1 നിൽക്കുന്നത് സംഗീതം തന്നെയാണ്. സംഗീത പഠനം പലതരത്തിൽ മനുഷ്യർക്ക് പ്രയോജനകരമാണ്. സാർ, ഈ വ്യത്യസ്ത ജോൺറയിലുള്ള സംഗീതം കേൾക്കുന്നത് നമ്മളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ, ഒരു വൈകാരിക തലത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ ഈ സിനിമകളിലൊക്കെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വളരെ പ്രാധാന്യം കൂടി വരുന്ന ഒരു സമയമാണ്. പലപ്പോഴും ഈ സംഭാഷണങ്ങളെക്കാളേറെ ഒരു പ്രത്യേക ഇമോഷൻ കൺവേ ചെയ്യാനൊക്കെ സംഗീതത്തെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന, ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ, റീ റെക്കോർഡിങ്ങിനെ അങ്ങനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷകനിലെ അല്ലെങ്കിൽ ഒരു ആസ്വാദകനിലെ ഒരു പ്രത്യേക ഇമോഷനെ ഉണർത്താൻ സംഗീതത്തിന് ശക്തിയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എങ്ങനെയാണ് ഈ പല രീതിയിലുള്ള സംഗീതം ഏതൊക്കെ രീതിയിലാണ് മനുഷ്യനെ സ്വാധീനിക്കുക? ഈ പലതരം സംഗീതം പഠിക്കുകയും പലതരം സംഗീതം കൈകാര്യം ചെയ്യുന്നത് വഴി നമ്മുടെ മനസ്സ് കൂടുതൽ ഓപ്പൺ ഔട്ട് ചെയ്യുകയാണ്. ഉദാഹരണമായിട്ട് ഞാൻ ഒരു പ്രശസ്ത സംഗീത സംവിധായകനായ നൗഷാദുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ. അപ്പം അദ്ദേഹം ഒരു പിയാനോ പ്ലെയർ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സർഗാത്മകത ഒക്കെ വികസിപ്പിക്കാനായിട്ട് ഈ പാശ്ചാത്യ സംഗീതം കൂടെ പഠിച്ചത് വളരെ സഹായകമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണ് പഠിച്ചത്. പക്ഷെ അദ്ദേഹം സിനിമയിൽ ആദ്യം രംഗത്ത് വരുന്നത് പിയാനോ പ്ലെയറായിട്ടാണ്. അദ്ദേഹം പല അക്കാലത്തെ പ്രശസ്ത സംഗീത സംവിധായകരുടെയും പിയാനോ പ്ലെയറായിരുന്നു. അപ്പോൾ പിയാനോ വായിക്കുമ്പോൾ, നമ്മൾ ഈ കോഡ്സൊക്കെ വായിക്കുമ്പോൾ അതൊരു പുതിയ തരം സംഗീത ശൈലിയാണ്. അപ്പം ഞാനും ഈ ക്രിസ്ത്യൻ ഹിംസ് വായിക്കാൻ കുറേ പഠിച്ചിട്ടുണ്ട്. കീബോർഡിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അത് നമ്മുടെ ഒരു പുതിയ മാനസിക തലം ഉണർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ലൈറ്റ് മ്യൂസിക്, ഇന്ത്യയിലെ സിനിമ രംഗത്താണ് ലൈറ്റ് മ്യൂസിക് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അതിനു മുമ്പ് കുറേ പ്രൈവറ്റ് റെക്കോർഡിങ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ ഈ ഹാർമണി പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്. അപ്പോൾ നമ്മുടെ ഒരു ലൈറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് ഈ പലതരം സംഗീത ശാഖകളുടെ ഒരു കൂടിച്ചേരലാണ്.
അത് നാടോടി സംഗീതം, ഫോക്ക് മ്യൂസിക് എന്ന് പറയുന്നത്, പിന്നെ ക്ലാസിക്കൽ മ്യൂസിക്, പിന്നെ വെസ്റ്റേൺ മ്യൂസിക്. വെസ്റ്റേൺ മ്യൂസിക് ആണ് ഈ ഹാർമണി തരുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ക്ലാസിക്കൽ ട്രഡീഷനും ഈ ഹാർമണിയും കൂടെ ചേർക്കാൻ വലിയ പ്രയാസമാണ്. എന്നിട്ട് പോലും ഈ ലൈറ്റ് മ്യൂസിക്കിൽ ഈ ഹാർമണിക്ക് ആദ്യകാലം തൊട്ടേ പ്രാധാന്യമുണ്ട്. നമ്മൾ വളരെ കീനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ഈ പല ഈ സിനിമ പാട്ടുകളുടെയും അതിൻ്റെ ബ്യൂട്ടി വരുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കൂടെയാണ്. ഇപ്പോൾ സെബാസ്റ്റ്യൻ ഡിസൂസ ഇങ്ങനെ തുടങ്ങിയ ഗോവൻ സംഗീതകാരന്മാരൊക്കെ ബോംബെയിലുണ്ടായിരുന്നു. ഈ നൗഷാദ് ഉൾപ്പെടെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻസൊക്കെ ഹാർമണൈസ് ചെയ്തിരുന്നതും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിസൈൻ ചെയ്തിരുന്നതുമൊക്കെ ഈ ഗോവാക്കാർ വെസ്റ്റേൺ മ്യൂസീഷ്യൻസാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റ് മ്യൂസിക് വളരെ ആസ്വാദ്യകരമായിട്ട് തോന്നുന്നത്. അത് പ്രത്യേകിച്ച് ഈ ക്രിയേഷന് ഈ വെസ്റ്റേൺ മ്യൂസിക് അതിൻ്റെ ഹാർമണി സെൻസ് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഈ ഹാർമണി ഏറ്റവും പെർഫെക്റ്റായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ് മ്യൂസിക് കമ്പോസർ സലിൽ ചൗധരിയാണ്. അദ്ദേഹം കുട്ടിക്കാലം തൊട്ട് ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഹാർമോണിക് പ്രോഗ്രഷനെ പറ്റി നല്ല ഒരു സെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഈ ഗോവൻ അറേഞ്ചേഴ്സിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസ് തന്നെ ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസ് യുണീക്കായിരിക്കാൻ ഒരു കാരണവും ഇതാണ്. അപ്പോൾ ഏതായാലും പലതരം സംഗീത ശൈലികൾ പഠിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ സംഗീത അഭിരുചിയെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. സർ, സംഗീത അഭിരുചിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഈ മാനസികമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള രീതിയിൽ സംഗീതം മാറാറുണ്ടോ? തീർച്ചയായിട്ടും. അത് ഈ സംഗീതം കുറേയൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളവർക്കാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഈ വെറുതെ ഒരാൾ ഒരു സംഗീതം കേട്ടാൽ അയാളിൽ വലിയ എഫക്റ്റ് ഉണ്ടായെന്ന് വരില്ല. ഇത് ചിലപ്പോൾ അത് ശല്യമാണെന്ന് തോന്നിയെന്ന് പറയാം. പക്ഷേ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ ഈ ഉറക്കമില്ലാത്തവർക്ക് കിടത്തി ഉറക്കാനൊക്കെ പ്രത്യേക സംഗീതം അതൊരു സംഗീത അഭിരുചിയുള്ളവർക്ക് അത് പ്രയോജനപ്പെടും. അപ്പോൾ എനിക്ക് ഈ സംഗീത രംഗത്തുള്ള പലരുമായിട്ട് പരിചയമുണ്ട്. അവരൊക്കെ പറയുന്നത് അവർക്ക് എത്ര കടുത്ത മാനസിക സംഘർഷം ഉണ്ടായാലും തമ്പുരുവിൻ്റെ ശ്രുതി കേട്ടാൽ മതി, പെട്ടെന്ന് അവരുടെ മനസ്സ് ശാന്തമാകും. ഏറ്റവും മികച്ച സംഗീത വിദഗ്ധന്മാർ പറയുന്നത് ഈ അടിസ്ഥാനപരമായ സംഗീതം സൈലൻസാണ്, അതായത് നിശബ്ദതയാണ്. ഈ നിശബ്ദതയിൽ നിന്നാണ് സംഗീതം ഉണ്ടാകുന്നത്. നിശബ്ദതയിലേക്കാണ് സംഗീതം നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവർ സംഗീത സാധകം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഷഡ്ജം പിടിക്കുകയാണ്. അത് വെസ്റ്റേൺ മ്യൂസിക് ആണെങ്കിൽ അവർ 3 നോട്ടാണ് പിടിക്കുന്നത്, ബേസിക് ഹാർമണി. ഈ തമ്പുരുവിലും യഥാർത്ഥത്തിൽ 3 ശബ്ദമുണ്ട്. അപ്പോൾ ഈ ഷഡ്ജത്തിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ സൈലൻസിലേക്ക് പോകുന്നത്, സംഗീതം പഠിച്ചവർ. ആ സൈലൻസിൽ നിന്നാണ് പിന്നെ ക്രിയേഷൻ ഉണ്ടാകുന്നത്. പിന്നെ ഈ ക്രിയേഷൻ കഴിഞ്ഞാലും നമ്മൾ തിരിച്ചു പോകുന്നത് ആ സൈലൻസിലേക്കാണ്. അപ്പോൾ സംഗീതം ശരിക്ക് ധ്യാനത്തിൽ നിന്നാണ് വരുന്നത്, ധ്യാനത്തിലേക്കാണ് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. അതൊരു നമ്മളതിൻ്റെ തുടക്കത്തിൽ എഴുതി കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സർ, പിന്നെ ഇപ്പോൾ സംഗീതത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പല ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മ്യൂസിക് തെറാപ്പി, സൗണ്ട് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു കച്ചവടമാക്കി മാറ്റുന്ന ഒരു വിഭാഗം ആൾക്കാർ തന്നെയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ളതൊക്കെ മാറാൻ
ഈ പറയുന്ന മ്യൂസിക് തെറാപ്പിയിലൂടെ സാധിക്കുമോ? ഈ ബാലമുരളി കൃഷ്ണ എന്ന് പറയുന്ന ആ. കർണാട്ടിക് സംഗീത വിദ്വാൻ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇന്ന അസുഖത്തിന് ഇന്ന രാഗം എന്ന് വരെ പറയുന്നവരുണ്ട്. പിന്നെ നീലാംബരി പാടിയാൽ ആളുകൾ ഉറങ്ങും, അത് താരാട്ട് നീലാംബരിയിൽ വേണം, ഇങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ എനിക്കിതിനോട് വലിയ അഭിപ്രായമില്ല. കാരണം ഈ ഒരു സംഗീത ശാഖയോട് തന്നെ എല്ലാവരും ഒരുപോലെയല്ല റിയാക്ട് ചെയ്യുന്നു. ഇപ്പോൾ കർണാടക സംഗീതം പഠിച്ച ഒരാൾ അല്ലെങ്കിൽ അത് കേട്ട് പഴകിയ ഒരാൾക്ക് ഒരു കർണാടക രാഗം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക റിയാക്ഷൻ ഉണ്ടായെന്ന് വരാം. പക്ഷെ ഇതുമായിട്ട് ഒരു ഫെമിലിയാരിറ്റി ഇല്ലാത്ത ഒരാൾക്ക് അതേ രാഗം കേൾക്കുമ്പോൾ ഓടി രക്ഷപ്പെടാനാണ് തോന്നുന്നത്. കാരണം അയാൾക്ക് അതുമായിട്ടുള്ള ഒരു ലയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പല പ്രശസ്ത സംഗീത വിദ്വാൻമാരും മരിച്ചിട്ടുള്ളത് പല അസുഖങ്ങൾ വന്നിട്ടാണ്. ഇപ്പം എനിക്ക് തന്നെ അറിയാം, എനിക്ക് നേരിട്ട് പരിചയം ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് സംഗീത വിദ്വാൻമാർ ക്യാൻസർ പിടിച്ച് മരിച്ചതറിയാം. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരുണ്ട്. അപ്പോൾ ഈ സംഗീതം കൊണ്ട് എല്ലാ അസുഖവും മാറുമെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷെ സംഗീതം സഹായകമാണ്. അത് അവരവർക്ക് ഇഷ്ടമുള്ള സംഗീതം, അവരവർ അഭ്യസിച്ചിട്ടുള്ള സംഗീതം കേൾക്കുന്നത് പലപ്പോഴും പ്രയോജനകരമായിരിക്കും. പിന്നെ സാർ അതുപോലെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ എന്തെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത്. ഈ ആരും തിരിച്ചിരിക്കേണ്ട, ഈ ഫ്ലൂട്ടൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവനിതെടുത്ത് വായിച്ച് കളയുമോ എന്നുള്ളൊരു പേടി വേണ്ട. വെറുതെ നമ്മുടെ വിഷയം സംഗീതമായതുകൊണ്ട് ഒരു പ്രോപ്പർട്ടി ആയിട്ട് വെച്ചതാണ്. സാർ ഇങ്ങനെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത്, ഇപ്പോൾ സാറ് നേരത്തെ പറയാതെ പോയൊരു കാര്യമുണ്ട്, സാറ് അതിമനോഹരമായിട്ട് മാൻഡുലിൻ വായിക്കുന്ന ആളാണ്, രവീന്ദ്ര സംഗീതം പാടുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. സാർ അങ്ങനെ ഏതെങ്കിലും ഒരു സംഗീതോപകരണം വായിക്കുന്നത് ഒരു ബ്രെയിൻ വികസിക്കുന്നതിന്, ഒരു മെന്റൽ വെൽബീയിങ്ങിന് ഒക്കെ നല്ലതാണ് എന്ന് സാറിന് അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും. ഈ പല സംഗീത ഉപകരണങ്ങളും വായിക്കുന്നത് പാടുന്നതിനേക്കാൾ എളുപ്പമാണ്. എനിക്ക് ഈ കീബോർഡാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് ട്യൂൺ കമ്പോസ് ചെയ്യാനും വെറുതെ റിലാക്സ് ചെയ്യാനും ഒക്കെ കീബോർഡാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത്. ഈ മാൻഡലിനൊക്കെ വായിക്കാൻ കുറച്ചുകൂടെ പ്രയാസമാണ്, സ്ട്രെയിൻ വേണം. ഇപ്പോൾ ഫ്ലൂട്ടാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഈ സിത്താറൊക്കെ കേൾക്കാൻ വളരെ ഇമ്പം ഉണ്ടെങ്കിലും വായിക്കാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് വെറുതെ റിലാക്സ് ചെയ്യാനായിട്ട് കീബോർഡ് പോലെയുള്ള ഇൻസ്ട്രുമെൻ്റാണ് ഏറ്റവും സഹായകം. ഈ പാട്ടുകൾ കമ്പോസ് ചെയ്യാനൊക്കെ മിക്ക കമ്പോസേഴ്സും കീബോർഡാണ് ഉപയോഗിക്കുന്നത്. പഴയ കാലത്ത് ഹാർമോണിയമായിരുന്നു, ഇപ്പോൾ പലരും പിയാനോയിലേക്കോ കീബോർഡിലേക്കോ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാണുകയും ചെയ്യാം, വലിയ ആയാസം കൂടാതെ നമുക്ക് അത് കൈകാര്യം ചെയ്യാം. പിന്നെ കർണാട്ടിക് മ്യൂസിക്കിൽ ആദ്യം തൊട്ട് ഈ പാടുന്നതിൻ്റെ കൂടെ വയലിനാണ് വായിക്കുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിൽ പാടുന്നതിൻ്റെ കൂടെ ഹാർമോണിയമാണ് വായിക്കുന്നത്, ഹിന്ദുസ്ഥാനി. അതെ, ഈ ഹാർമോണിയം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മിഷണറിമാർ ഓർഗൻ കൊണ്ടു കിടക്കാൻ പ്രയാസമായതുകൊണ്ട് ഓർഗൻ്റെ ഒരു മിനി ഫോം ഉണ്ടാക്കിയതാണ് ഹാർമോണിയം. അത് മിനി ഓർഗനാണ് ഹാർമോണിയം. അത് പക്ഷേ വളരെ അങ്ങ് പോപ്പുലറായി നോർത്ത് ഇന്ത്യയിൽ. അപ്പം അതില്ലാതെ പലരും പാടില്ല. മുഹമ്മദ് റഫി എപ്പോഴും ഹാർമോണിയം മുമ്പിൽ വെച്ചിട്ടേ പാടുള്ളൂ. അപ്പം ഹാർമോണിയത്തിനൊരു പ്രത്യേകത ഉള്ളത് അതിൽ റീഡ്സാണ്. അപ്പം നമ്മുടെ തൊണ്ടയിലും വാസ്തവത്തിൽ റീഡ്സാണ്. അത് വൈബ്രേറ്റ് ചെയ്താണ് പല ശബ്ദങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഹാർമോണിയവും ഈ മനുഷ്യൻ്റെ ശബ്ദവും തമ്മിലൊരു വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഹിന്ദുസ്ഥാനി
ഈ പാടുന്നവരും മ്യൂസിക് കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ ഹാർമോണിയം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ട് കർണാട്ടിക് മ്യൂസിക്കിൽ വന്നില്ല എന്നുള്ളത് എനിക്ക് ഒരു അതിശയമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ ആദ്യം തൊട്ട് വയലിനും പാടുന്നതിന് സഹായകം തന്നെയാണ്, പക്ഷെ ഹാർമോണിയത്തിൻ്റെ അത്ര ഹെൽപ്ഫുൾ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹാർമോണിയത്തിൻ്റെയും തബലയുടെയും ആ എക്സ്പ്രസീവ്നെസ് കീബോർഡിലും ഇപ്പോഴത്തെ ഇലക്ട്രോണിക് പെർക്കഷനിലും കിട്ടില്ല. പക്ഷേ ഇലക്ട്രോണിക് ഡിവൈസസ് കൂടുതൽ സൗകര്യമാണ് കൈകാര്യം ചെയ്യാൻ. പിന്നെ സാർ, ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള സംഗീതം ഇത് ശരീരത്തിനും മനസ്സിനും ഹാനികരമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുക്കണം, ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് കൊടുക്കണം എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക ജോൺറയിലുള്ള സംഗീതത്തിന്? എനിക്ക് പരിചയമുള്ള പല ഈ സംഗീതജ്ഞന്മാരും ഈ ജാസ് ടൈപ്പ് വെസ്റ്റേൺ മ്യൂസിക് ഹാനികരമാണെന്ന് പറയുന്നവരാണ്. ആണോ? പക്ഷെ ജാസിൽ ചിലതൊക്കെ വളരെ കേൾക്കാൻ ഭയങ്കര അതെ, എനിക്ക് അതിനോട് പൂർണ്ണമായ യോജിപ്പില്ല. കാരണം എല്ലാ ഹെവി മെറ്റാലിക്കാണ് പലപ്പോഴും നമ്മൾ അതെ മെറ്റാലിക് എന്നൊക്കെ പറയുന്നത് ജാസിന്റെ ഒരു ഫർദർ ഡെവലപ്മെന്റ് എവല്യൂഷനാണ്. അപ്പോൾ ഒന്നാമത് അത് വളരെ ലൗഡായിട്ടാണ് അത് പ്ലേ ചെയ്യുന്നത്. അത് പരിചയമില്ലാത്ത ഒരാൾക്ക് അത് സഹിക്കാൻ പോലും പറ്റത്തില്ല. അത്ര ഉച്ചത്തിലാണ് ഇത് പ്ലേ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഈ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ലൈറ്റുകളുമൊക്കെ കാണിക്കും. അപ്പം ഈ ഹെവി മെറ്റൽ എന്നൊക്കെ പറയുന്ന ഈ ടൈപ്പ് നമ്മളുടെ ഛിദ്രവാസനകളെയാണ് വളർത്തുന്നത്. ഇത് ഛിദ്രവാസനകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അക്രമാസക്തി, ഇപ്പൊ ഡ്രഗ് യൂസ്, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പല സംഗീതജ്ഞന്മാരും പറയുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാത്തരം സംഗീതത്തിലും താളമുണ്ട്, എല്ലാത്തരം സംഗീതത്തിലും ലയമുണ്ട്. അതുകൊണ്ട് ഈ പഴയ തരത്തിലുള്ള മെലഡിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സംഗീതത്തിൻ്റെ അത്രയും ഒരു ആസ്വദിക്കാനുള്ള ഒരു ലയം ഈ പുതിയ ടൈപ്പ് മ്യൂസിക്കിൽ കിട്ടുന്നില്ലെങ്കിൽ അതും സംഗീതം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പുതിയ ടൈപ്പ് ഈ ജാസ് ടൈപ്പ് മ്യൂസിക്കിൽ റിസത്തിനാണ് കൂടുതൽ പ്രാധാന്യം, താളം. പക്ഷേ നമുക്ക് പഴയ തരത്തിലുള്ള സംഗീതത്തിൽ മെലഡിക്കാണ് പ്രാധാന്യം, അല്ലെങ്കിൽ ഹാർമണിക്കും വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ആധുനിക കാലത്ത് ഈ നമുക്ക് സമയമില്ല, നമ്മൾ തിരക്കിലാണ്. ഇപ്പം ആധുനിക മാനസികാവസ്ഥയുമായിട്ട് ഒരുപക്ഷെ കൂടുതൽ യോജിച്ചു പോകുന്നത് ഈ പുതിയ ടൈപ്പ് മ്യൂസിക്കായിരിക്കും. പക്ഷേ ഈ പഴയ ടൈപ്പ് മ്യൂസിക്കാണ് ഇന്ന് ചെറുപ്പക്കാർ പോലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ പുതിയ ടൈപ്പ് പാട്ടുകൾ ലൈറ്റ് മ്യൂസിക്കിലാണെങ്കിലും പെട്ടെന്ന് അത് ഔട്ട് ഓഫ് സർക്കുലേഷൻ പോവുകയാണ്, ആളുകൾ അധികം നാൾ കേൾക്കുന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് പഴയ ടൈപ്പ് പാട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ പുതിയ ടൈപ്പ് മ്യൂസിക് തൽക്കാലം ചെറുപ്പക്കാരൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പഴയ ടൈപ്പ് മ്യൂസിക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. സാറിന്റെ വീട്ടുപേര് തന്നെ ലയം എന്നാണ്. അതെ, സാറിന് ഈ സംഗീതത്തോടുള്ള ഒരു ആത്മബന്ധവും സ്നേഹവും കൊണ്ടാണോ? അതുകൊണ്ട് തന്നെയാണ്. സാർ ഒരു 2-3 വരി രതീന്ദ്ര സംഗീതം പാടി കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഹമീ കാൻ പേ തേരോയ്, ഹമീ കാൻ പേ തേരോയ്, ആയേ അമാർ അപ്നോർ ദോയ്, ഗോഹനോ ദാരെ ബാരെ ബാരെ കാൻ പേ തേരോയ്.
আমি কান পেতে রই, ওই আমার আপন হৃদয় গহন দ্বারে বারে বারে কান পেতে রই। ওকে স্যার, থ্যাংক ইউ। আমি কান পেতে রই, আমি কান পেতে রই,